ആഭ്യന്തര കലാപത്തെ തുടർന്ന് സുഡാനിൽ കൂട്ടക്കൊല, സ്ത്രീകളും കുട്ടികളും അടക്കം 2000 പേർ കൊല ചെയ്യപ്പെട്ടു. സുഡാൻ ആംഡ് ഫോഴ്സിൽ നിന്ന് അൽ ഫാഷിർ നഗരത്തിന്റെ നിയന്ത്രണം RSF പിടിച്ചെടുത്തതോടെയാണ് നഗരം കുരുതിക്കളമായി മാറിയിട്ടുള്ളത്. അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങളുമായി. അജയ്, അവിടെ സൈന്യവും വിമത സൈന്യവും തമ്മിലുള്ള പോരാട്ടം ആണ് ഇപ്പോൾ രൂക്ഷമായി തുടരുന്നത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, 2023 മുതലാണ് സുഡാനിൽ ആഭ്യന്തര കലാപം തുടങ്ങിയത്. അന്നു മുതൽ ഇന്ന് വരെ ഏതാണ്ട് 40,000-ലധികം പേർ സുഡാനിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അന്താരാഷ്ട്ര സമൂഹത്തിൽ പല മുൻനിരയിൽ നിൽക്കുന്ന പല രാജ്യങ്ങൾക്കും ഇവിടെ പലതരത്തിലുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ ഉള്ളത് കാരണം ഇത് വലിയ ഒരു രീതിയിൽ ഒരു ചർച്ചയാകാതെ പോകുന്ന വിഷയമാണ് സുഡാന്റെ കാര്യം. പലപ്പോഴും പല അന്താരാഷ്ട്ര മാധ്യമങ്ങളാണെങ്കിലും ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല. ഈ ലോകത്തിലെ പല യുദ്ധങ്ങളും താൻ അവസാനിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന ട്രംപ് എല്ലാ രാജ്യങ്ങളുടെ കാര്യത്തിലും കയറി തലയിടുന്ന അദ്ദേഹം പോലും ഈ വിഷയത്തിൽ കാര്യമായി അങ്ങനെ ഇടപെട്ടിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ഇങ്ങോട്ട് ഈ ഒരു കാര്യത്തിൽ അധികം ശ്രദ്ധ പുലർത്തുന്നില്ല. അതിനെ തുടർന്നാണ് 2023 മുതൽ ഇവിടുത്തെ സാഹചര്യം ഇത്രയധികം വഷളായത്. ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന ഒരു അതിതീവ്ര നിലപാടെടുക്കുന്ന ഒരു അർദ്ധസൈനിക വിഭാഗം, അവരാണ് ഇത്ര വലിയ രീതിയിൽ സുഡാനിൽ ആക്രമണം അഴിച്ചുവിടുന്നത്. ഇവരെ ആദ്യം അവിടെ വളർത്തിയത് അവിടുത്തെ ഭരണകൂടം തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 2019 വരെ വളരെ നീണ്ട കാലയളവിൽ സുഡാൻ അടക്കി ഭരിച്ചിരുന്ന ഒമർ അൽ ബാഷിദ് സർക്കാർ, അവരാണ് ഈ RSF എന്ന് പറയുന്ന ഈ സേനയെ വളർത്തിയെടുത്തത്. ആദ്യം ഒരു തീവ്രവാദ സംഘടന പോലെ അവിടെ പ്രവർത്തിച്ചിരുന്നവരാണ്. പിന്നീട് ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു സേനാ വിഭാഗമായി മാറുകയായിരുന്നു. സർക്കാർ തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ കൊന്നു തള്ളാൻ വേണ്ടിയിട്ടാണ് ഈ RSF സേനയെ ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് സർക്കാരിനെതിരെ തന്നെ ഈ സേന തിരിയുകയായിരുന്നു. തുടർന്ന് 2019 ഒരു വിപ്ലവം ഉണ്ടാവുകയും അവിടെ ഈ ഒമർ അൽ ബാഷിദ് സർക്കാരിനെ പുറത്താക്കിക്കൊണ്ട് അവിടെ ആദ്യം ഒരു ജനാധിപത്യപരമായിട്ടുള്ള സർക്കാർ എന്നുള്ള രീതിയിൽ ഒരു പുതിയ സർക്കാർ അവിടെ അധികാരത്തിൽ വരികയുമായിരുന്നു. എന്നാൽ ഈ സുഡാന്റെ തന്നെ ഔദ്യോഗിക സേനാ വിഭാഗമുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒമർ അൽ ബാഷിദ് സർക്കാർ വളർത്തിയെടുത്ത ഈ അർദ്ധസൈനിക വിഭാഗമായിട്ടുള്ള RSFും ഉണ്ട്. ഇവർ തമ്മിലുള്ള ഒരു വടംവലി ചേരിപ്പോരൊക്കെ പിന്നീടാണ് ശക്തമാകുന്നത്. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെ സംയുക്തമായിട്ടുള്ള ഒരു ഇടപെടലിലൂടെയാണ് ഈ ജനാധിപത്യ സർക്കാർ ആദ്യം അവിടെ അധികാരത്തിൽ കയറിയ അവരുടെ ഭാഗത്തു നിന്ന് അധികാരം പുറത്താക്കി ഈ സുഡാന്റെ ഔദ്യോഗിക സൈനിക വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സർക്കാർ അവിടെ അധികാരത്തിൽ വരുന്നത്. എന്നാൽ ഈ RSFിനെ അവരുടെ സൈന്യത്തിൽ ലയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ഇത് കാരണമാണ് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ചേരിപ്പോരിലേക്ക് വഴിവെച്ചത്. ഇപ്പോൾ നിലവിൽ സുഡാനിൽ നടക്കുന്നത് സുഡാന്റെ ഔദ്യോഗിക സേനയും അതുപോലെ തന്നെ RSFും തമ്മിലുള്ള സംഘർഷമാണ്. 2023 ഈ സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. 40,000 പേർ അന്നു മുതൽ ഇന്ന് വരെ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. കഴിഞ്ഞ ദിവസം ഇതിന്റെ ഏറ്റവും ഒരു മൂർച്ചയേറിയ ഒരു മുഖം നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെയുള്ള സുഡാനിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായിട്ടുള്ള അൽ ഷാഫിർ നഗരം, അത് RSF സേന പിടിച്ചടക്കി അവരുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. ഈ നഗരം പിടിച്ചടക്കുന്നതിനിടയിലാണ് ഇത്രയധികം ആളുകളെ കൂട്ടക്കൊല ചെയ്തത്. സ്ത്രീകളും കുട്ടികളും അടക്കം 2000 പേരെ നിരത്തി നിർത്തി അവർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഈ RSF സേന എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ അറബ് വംശജരായിട്ടുള്ള മുസ്ലിം വിഭാഗങ്ങൾ, അവരാണ് പ്രധാനമായിട്ടും ഈ സേനയിലുള്ളത്. ഇവർ മറ്റ് വിഭാഗങ്ങളായിട്ടുള്ള ഈ അറബ് മുസ്ലിം ഇതര വിഭാഗങ്ങളായിട്ടുള്ള മുസ്ലിം വംശജരെയും അതുപോലെ തന്നെ അവിടെ 5% വരുന്ന ക്രിസ്ത്യൻ വംശജരെയും അതുപോലെ 5% ഈ ആഫ്രിക്കൻ ഗോത്ര വിഭാഗങ്ങൾ സുഡാനിലുണ്ട്. ഇത്തരക്കാരെയാണ് പ്രധാനമായിട്ടും തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നത്. മാത്രമല്ല അവരുടെ സ്വന്തം ആൾക്കാരിൽ നിന്ന് തന്നെ ഈ സേനയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെയും ഈ കൂട്ടക്കൊല ചെയ്ത ആൾക്കാരിലുണ്ട്. നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. അതുപോലെ തന്നെ ഒരു ആശുപത്രിയിൽ അവിടെ പ്രവർത്തിച്ചിരുന്ന സൗദി മെറ്റേണിറ്റി ഹോസ്പിറ്റൽ കടന്നു കയറി ഏതാണ്ട് 460ഓളം പേരെയാണ് ഈ RSF സേന കൊന്നു തള്ളിയത്. ഇതിനെ UN ഈ സംഭവത്തിൽ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. UN പറഞ്ഞത് വളരെ വലിയ ഒരു കൂട്ടക്കൊലയാണ് നടന്നത്, ഇത് അവിടെയുള്ള സാഹചര്യം വളരെയധികം ഗൗരവമേറിയതാണ് എന്നും UN പറയുകയുണ്ടായി. ഇപ്പോൾ ആധുനിക സമൂഹം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലകളിലൊന്നാണ് നടന്നതെന്ന് UN പറയുകയുണ്ടായി. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ വിഷയത്തിൽ ഇതുവരെ ഇടപെടലുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല.
ഈ RSF സേനയ്ക്ക് പ്രധാനമായിട്ടും ഈ സഹായങ്ങൾ ചെയ്തു നൽകുന്നത് UAE ആണ് എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. പല ഒരു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ UAE കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ബോയ്ക്കോട്ട് UAE എന്നുള്ള ഒരു ക്യാമ്പയിൻ വരെ ഈ വിഷയത്തിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ദക്ഷിണ സുഡാനും അതുപോലെ തന്നെ വടക്കൻ സുഡാനുമായിട്ട് സുഡാൻ രണ്ട് രാജ്യമായി വേർപെട്ട ആ സംഭവത്തിന് ശേഷം ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഏറ്റവും ഒരു രക്തരൂക്ഷിതമായിട്ടുള്ള കൂട്ടക്കൊലയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന. പല ദൃശ്യങ്ങളൊന്നും അവിടെയുള്ളത് നമുക്ക് നിലവിൽ ലഭ്യമല്ല. പലതും സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വഴിയാണ് മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന പല ദൃശ്യങ്ങളടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആശുപത്രി കെട്ടിടത്തിലടക്കം ഇരച്ചു കയറിക്കൊണ്ടാണ് ഈ RSF എന്ന് പറയുന്ന വിമതസേന. ഒരു സമയത്ത് അവർ സേനയുടെ തന്നെ ഭാഗമായിരുന്നു. സുഡാനിലെ സേനയെ സഹായിക്കുന്ന അർദ്ധസൈനിക വിഭാഗമായിരുന്നു. പിന്നീട് SAF-ഉം RSF-ഉം രണ്ടും രണ്ടായി പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് ഉള്ളത്.